മേലെ മേലെ മാനം മാനം നീലെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. മേലെ മേലെ മാനം മാനം നീലെ മഞ്ഞിൻ കൂടാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ 13-ാം തീയതി എടുത്ത വീഡിയോയ്ക്കുള്ള ചെറിയൊരു ഇൻട്രോ ആണ് കേട്ടോ. അന്ന് പോയപ്പോഴാണെങ്കിലും ഞാൻ നല്ല സൂപ്പറായിട്ട് ഇൻട്രോ ഒക്കെ എടുത്തിട്ട് പോകണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ചെറിയൊരു ഇൻട്രോ പോലെ കൊടുത്തിട്ട് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പം 24-ാം തീയതി ആയിട്ടുണ്ട്. 13-ാം തീയതിയിലത്തെ വീഡിയോയ്ക്കുള്ള ഇൻട്രോ ആണ്. അപ്പോൾ 10 ദിവസം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പം അമ്മേനെ കൂട്ടാൻ പോയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനുണ്ടായിരുന്നു, മാമനുണ്ടായിരുന്നു, പിന്നെ സിസ്റ്റർ ഉണ്ടായിരുന്നു, മാമൻ്റെ മോളായിരുന്നു, പിന്നെ ഒരു വണ്ടി ഓടിക്കുന്ന ചേട്ടൻ, അത് മാമൻ്റെ ഫ്രണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയാണ് അമ്മേനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയത്. അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 8:30 ആയപ്പോഴാണ് ഇറങ്ങിയത്. തലേന്ന് രാത്രിയാണ് ഞാൻ അവിടെ ചെന്നത്. ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ. അതുകൊണ്ട് പിന്നെ രാവിലെ ഫ്രഷായിട്ട് ഡയറക്റ്റ് എയർപോർട്ടിലേക്ക് പോകുമായിരുന്നു കേട്ടോ. എയർപോർട്ടിലേക്ക് എന്ന് പറഞ്ഞാലും അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒരു 10-20 മിനിറ്റിനുള്ളിൽ എത്താവുന്ന കാര്യമുള്ളൂ. പെട്ടെന്ന് എത്തും. ഒരു 10 കിലോമീറ്ററോ 12 കിലോമീറ്ററോ അത്ര എങ്ങാണ്ടേ ഉള്ളൂ. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയുള്ള കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് പോയോ. ലാൻഡിങ് പറഞ്ഞിരുന്നത് ഒരു 8:50 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഒരു 9:15 കഴിഞ്ഞിട്ട് അവിടെ എത്താൻ പാകത്തിന് എത്താനാണ്. പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെയായി പോയി എത്തിയത്. അപ്പം ഞങ്ങൾ അമ്മ വിളിച്ചിട്ട് അകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്തുള്ളൊരു ചായക്കടയിൽ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുടിച്ചില്ല, അവളും മാമനും കുടിച്ചു. കാരണം അവൾ രാവിലെ ആണെങ്കിലും ഒന്നും കഴിക്കാതെയാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മ വിളിച്ചു, നിങ്ങൾ എവിടെയാണ്, ഞാൻ ലാൻഡ് ചെയ്തു എന്നും പറഞ്ഞിട്ട് ബാഗിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളിലേക്ക് പോയിട്ടോ. അപ്പോഴത്തേക്കും സമയം ഏകദേശം ഒരു 9:20 അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 9:30 ആകുമ്പോൾ എത്താമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ അതിന് മുന്നേ എത്തിയായിരുന്നു. അത്യാവശ്യം ട്രാഫിക്കൊന്നും ഇല്ലാതെ പെട്ടെന്ന് എത്താൻ പറ്റിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. റീലിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞാൻ അമ്മേനെ കാണുന്നത്. കാരണം 2022 ഓഗസ്റ്റിലാണ് ഞാൻ ലാസ്റ്റ് അമ്മേനെ കണ്ടത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയി. പിന്നെ ഒരു 2022 ഡിസംബർ തന്നെ ഒരേ ഒരു ദിവസം കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 വർഷം കൂടി തന്നെയാണ് കാണുന്നത്. ഡെയിലി വീഡിയോ കോളൊക്കെ വിളിച്ച് കാണാറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ടാണെങ്കിലും അമ്മയ്ക്ക് കോൾ ചെയ്യാൻ പറ്റില്ല. അമ്മ വിളിച്ചതാണെങ്കിലും വേറെ ആളുടെ നമ്പറിൽ നിന്നായിരുന്നു.
അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മ എവിടെയാണെന്നിങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് റീൽ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ ഒരാളിങ്ങനെ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ അത് ജസ്റ്റ് പിടിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ കേട്ടോ. ഇപ്പം ഇങ്ങനെ പോയപ്പോഴാണെങ്കിലും അവളത് ഫോക്കസ് ചെയ്തെടുത്തില്ല. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഒരാളിങ്ങനെ വരുന്നു നോക്കിയപ്പോൾ അമ്മ. അപ്പം ഞാൻ ആരെയും നോക്കിയില്ല, ഞാൻ ഓടിപ്പോയി ജസ്റ്റ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ കണ്ണ് ഇറങ്ങി പോയി. ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് കരയുകയാണ് കേട്ടോ ചെയ്ത്. അങ്ങനെ കരഞ്ഞില്ല, ജസ്റ്റ് കണ്ണിൽ നിന്ന് വെള്ളം വന്നു. എന്തിനാന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്നു. ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ബാഗൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ട് ഞങ്ങൾ പിന്നെ ഡയറക്റ്റ് വീട്ടിലേക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ പല ആംഗിളിലൊക്കെ പിടിച്ച് വീഡിയോ എടുത്തു. പക്ഷേ വീഡിയോ എടുക്കാൻ കൊടുത്ത ആൾക്ക് അത്ര ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ അറിയത്തില്ലായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായത്. അപ്പം അവൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുത്തു തന്നു. ഞാൻ വിചാരിച്ച ഇവളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഇവളാ വരുന്നതെന്ന് അറിഞ്ഞത്. ഞാൻ വിചാരിച്ച അനിയനായിരിക്കും വരുന്നതെന്നാണ്. പിന്നെ അവളുടെ പറയാനും പറഞ്ഞു ഈ ഫോക്കസ് ചെയ്തെടുക്കണമെന്ന്. പിന്നെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി. അവർ രണ്ടുപേരും കൂടി വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചു. അമ്മയായിട്ട് ജസ്റ്റ് ചെറിയ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ആ വലിയ പെട്ടിയാണെങ്കിലും ആ കാർഡ്ബോർഡിൻ്റെ പെട്ടി ബാക്കിൽ കയറുന്നുണ്ടായില്ല. അപ്പം അവർ ജസ്റ്റ് ഒന്ന് ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അവസാനം തീരുമാനിച്ചു ഫ്രണ്ടിൽ വെക്കാമെന്ന്. അപ്പോൾ ഇരിക്കുന്നിടത്ത് ഞങ്ങൾ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടിരുന്നാണ് വന്നത്. ഏറ്റവും വണ്ണം കുറവ് എനിക്കായതുകൊണ്ട് ഞാൻ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. കാരണം അവർ രണ്ടുപേരും നന്നായിട്ട് ഇരുന്നിട്ട് അവരുടെ മടിയിലേക്കായിട്ട് ഞാനങ്ങിരുന്നു. പിന്നെ വലിയ പെട്ടി ഉണ്ടായിരുന്ന മറ്റേ സ്യൂട്ട് കേസായിട്ടുണ്ടായിരുന്ന അത് ബാക്കിൽ വെച്ചു. ഈ റെഡ് കവറ് അവർ എന്തായിരുന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ എന്തോ ഇത് അമ്മയ്ക്ക് അവിടെ നിന്ന് വന്നപ്പോൾ ഒരു ചേട്ടൻ കൊടുത്തതാണ് കേട്ടോ. ആ ചേട്ടനോട് സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഞാൻ അമ്മേനെ കണ്ടത്. പിന്നെ പെട്ടെന്ന് ആ ചേട്ടൻ അവിടേക്ക് പോയിന്നൊന്നും അറിയില്ല. ആ ചേട്ടൻ അങ്ങനെ കൊടുത്തിട്ട് പോയി. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു. അത് ഞാൻ എന്തൊക്കെയാണ് അതിനകത്തുള്ളതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കുറേ ട്രൈ ചെയ്യുന്നുണ്ട് സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ആ സ്യൂട്ട് കേസ് ആ കാർഡ്ബോർഡ് പെട്ടി അവിടേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് പറ്റുന്നുണ്ടായില്ല കേട്ടോ. അപ്പം ഇനി ഞാനത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് മറ്റേ കേരള മണ്ണിലേക്ക് സ്വാഗതം മലയാള മണ്ണിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മേനെ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു 2-3 കാർഡ്ബോർഡ് ഇത് എന്തിനാണ് ഇവർ കൊടുക്കുന്നത്? ജസ്റ്റ് പരസ്യത്തിൻ്റെ തന്നെയായിട്ടായിരിക്കും കൊടുത്തത്. ഇങ്ങനൊരു ബാങ്ക് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് വരുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ അതിൻ്റെ ഉള്ളിൽ കുറേ കേരളത്തിൻ്റെ തന്നെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ബുക്ക്ലെറ്റ് പോലത്തെ ആയിരുന്നു. ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് ഇഗ്നോർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലെ കഴിക്കാനുള്ള ഫുഡ് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ ഒരു കടയിൽ കയറി. അപ്പോൾ അവിടെ ജസ്റ്റ് ഒരു ഐസ്ക്രീം കണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, ഐസ്ക്രീമൊന്നും വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വാങ്ങിച്ചത് ചപ്പാത്തി പൂരി എന്ന് പറയാൻ വന്നതാണ് കേട്ടോ. ചപ്പാത്തി അല്ല, അതിൻ്റെ പേര് മറന്നുപോയി. പത്തിരിയും കറിയാണ് കേട്ടോ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തി ഓരോ പെട്ടിയായിട്ട് അവിടേക്ക് എടുത്ത് വെച്ചു. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചോദിച്ചതാട്ടോ ചേച്ചീൻ്റെന്ന്. അപ്പോൾ ക്യാമറയുടെ കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ പെട്ടികൾ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇതാണ് അമ്മയുടെ ഒരേ ഒരു ആങ്ങള. അവിടെ ഇരിക്കുന്നതാണ് അമ്മയുടെ ഒരു ചേച്ചി, ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇവർ 3 മക്കളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അമ്മയുടെ ചേച്ചിയുടെ വീടാണ്. ഇവിടെയാണ് ഞാൻ പോകുമ്പോൾ നിൽക്കുകയൊക്കെ ചെയ്യാറ്. പിന്നെ മാമൻ്റെ വീട്ടിലൊക്കെ നിൽക്കും. പിന്നെ കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു. ഇത് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് അമ്മയ്ക്ക് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. അതിവിടെ വന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് എല്ലാവരും കൂടി കഴിച്ചു. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.